നിങ്ങൾക്ക് ഒരുക്കി വെച്ചത് സ്വർഗലോകത്തെ, കണ്ണുകൊണ്ട് കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത്. അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ചിന്തിക്കാൻ കഴിയാത്തത്, ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, അതാണ് എന്റെ സജ്ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഅന്നാ മിന്നസ് സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക് വഅന്നാ മിന്നസ് സ്വാലിഹൂൻ. ജിന്നുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ജിന്നുകൾ പറയുകയാണ് പൊന്നാര നബിയോട്, വഅന്നാ മിന്നസ് സ്വാലിഹൂൻ, നബിയേ ഞങ്ങളിൽ സ്വാലിഹീങ്ങളുണ്ട്, വമിന്നാ ദൂന ദാലിക്, സ്വാലിഹീങ്ങളല്ലാത്തവരുമുണ്ട്. ജിന്നുകളിൽ സ്വാലിഹീങ്ങളും സ്വാലിഹീങ്ങളല്ലാത്തവരുണ്ട്. ഇത് നജ്മുദ്ദീൻ അസ്സി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ചക്കിടുന്നത് ജിന്നുകൾക്ക് സ്വർഗമുണ്ടോ നരകശിക്ഷയുണ്ടോ എന്നൊരു ചർച്ചയിൽ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം ജിന്നുകൾക്ക് സ്വർഗം ഇല്ലെന്നാണ്. അവർക്ക് ശിക്ഷയുണ്ടാകും, അവർ തെറ്റ് ചെയ്താൽ അവർ നരകത്തിലായിരിക്കും. നരകത്തിൽ അവർ കടന്നില്ലെങ്കിൽ അതുതന്നെയാണ് അവരുടെ പ്രതിഫലം, അതുതന്നെയാണ് അവർക്ക് സ്വർഗം എന്നല്ലാതെ മനുഷ്യർക്ക് സ്വർഗം കൊടുക്കുന്ന പോലെ ജിന്നുകൾക്ക് സ്വർഗം എന്ന പ്രതിഫലമില്ല എന്ന് മഹാനായ അല്ലാമ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫ തങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. ആ ഒരു അഭിപ്രായത്തെ, അതിന് മറുത്തൊരു അഭിപ്രായം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ആയത്തെടുത്തിട്ടാണ്. വഅന്നാ മിന്നസ് സ്വാലിഹൂൻ വമിന്നാ ദൂന ദാലിക്, ഞങ്ങളിൽ സ്വാലിഹീങ്ങളുണ്ട്, ജിന്നുകളിൽ നല്ല ജിന്നുകളുണ്ട്, വമിന്നാ ദൂന ദാലിക്, മോശപ്പെട്ട ജിന്നുകളുമുണ്ട്. അപ്പൊ സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു എടുത്തു വെച്ചു, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരാൾക്കും ചിന്തിച്ചെത്താൻ കഴിയാത്തതും എന്റെ സ്വാലിഹീങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചു എന്ന് പറയുമ്പോൾ ആ സ്വാലിഹീങ്ങൾ മനുഷ്യരെന്ന് മാത്രം അല്ലാഹു പറഞ്ഞില്ലല്ലോ. ജിന്നുകളിലുള്ള സ്വാലിഹീങ്ങളും സ്വാലിഹീങ്ങൾക്ക് ഞാൻ എടുത്തു വെച്ചു എന്ന് പറഞ്ഞതിൽ ജിന്നുകളും ഉണ്ടല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ജിന്നുകൾക്കും സ്വർഗമുണ്ട് എന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ, നജ്മുദ്ദീനുൽ അസ്സി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ പിതാവ് വലിയ പണ്ഡിതനാണ്, അത്തരം സൂഫിയാക്കളായ ആലിമീങ്ങൾ, അവർ പറയാ ജിന്നുകളിലെ സ്വാലിഹീങ്ങൾക്കും സ്വർഗമുണ്ടെന്നാണ്. കാരണം അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, സജ്ജനങ്ങളായ എന്റെ അടിമകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ലോകമാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ നൈമിഷികമായ വളരെ പരിമിതമായ ഒരു ജീവിതത്തിൽ അല്ലാഹു അരുത് എന്ന് പറഞ്ഞ ചില ആസ്വാദനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതോടുകൂടെ നഷ്ടമാകുന്നത് ഒരു കണ്ണുകൊണ്ടും കാണാത്തതും ഒരു കാതുകൊണ്ടും കേൾക്കാത്തതും ചിന്ത കൊണ്ട് ചിന്തിച്ചെത്താൻ കഴിയാത്തതുമായ അള്ളാഹുവിന്റെ സ്വർഗലോകമാണ്. എത്ര വലിയ നഷ്ടമാണത്, ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയ നഷ്ടമാണ്. ഇന്ന് നാളെ എന്ന് പോലും അറിയാതെ നിൽക്കുന്ന നമ്മുടെ നൈമിഷികമായ ജീവിതം, ആ ജീവിതത്തിന് അതിനിടയിൽ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്യുന്നതോടുകൂടെ ഒരു കണ്ണും കാണാത്തത് റബ്ബ് ഒരുക്കി വെച്ചിരിക്കുകയാണ് സ്വർഗലോകത്ത്. പുണ്യ നബി തങ്ങൾക്ക് അത് കാണിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾക്ക് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് ഹബീബിന് വേണ്ടി അള്ളാഹു സാധ്യമാക്കി കൊടുത്തു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് പുണ്യ നബിക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് സജ്ജനങ്ങളുടെ പാതയിലേക്ക് കടന്നു വരണം എന്ന് പറയാൻ കാരണം. ഇതൊരു വലിയ ലക്ഷ്യമാണ്. നമ്മുടെ അയൽവാസികൾ നമ്മളെപ്പറ്റി നല്ലത് പറയണം. യാത്രയിൽ നമ്മുടെ കൂടെയുള്ളവർ, പുറം രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മളെ സംബന്ധിച്ച് നല്ലത് പറയണം. ഇത് മൂന്നുമാണെങ്കിൽ അവർ സ്വാലിഹീങ്ങളാണ്. അപ്പൊ നമുക്കൊക്കെ ആ ഒരു നന്മയിലേക്ക് എത്താൻ, ആ ഒരു ഗ്രേഡിലേക്ക് ഉയരാൻ വലിയൊരു അധ്വാനം വേണ്ടി വരും. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇടപാടുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കണം. അപ്പോഴേ സ്വാലിഹാവുള്ളൂ. സ്വാലിഹീങ്ങൾക്കാണ് സ്വർഗലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ സ്വാലിഹീങ്ങളുടെ ലോകം അത്ഭുതകരമായ ലോകമാണ്. അവർക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത്, നമുക്ക് കാണാത്തത് റബ്ബ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്വാലിഹീങ്ങളുടെ ലോകം അത്ഭുതങ്ങളുടെ ലോകമാണെന്നാണ്. അതിൽപ്പെട്ട ഒരു അഭിപ്രായം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അസ്അദുൽ യാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ കിതാബുണ്ട്, റൗദുർ റയാഹീൻ ഫീ ഹികായാത്തിസ് സ്വാലിഹീൻ. സജ്ജനങ്ങളുടെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഇമാം യാഫിഈ തങ്ങളുടെ. അതിൽ 423 ഒരു മഹാത്ഭുതം മഹാൻ ഉദ്ധരിക്കുന്നത് അവരോട് വലിയൊരു പണ്ഡിതൻ പറഞ്ഞ ഒരു വാക്കാണ്. ഖാലലി അബൂബക്കർ ഇബ്നു ഷഫഖ് ബിതർസൂസ്, ഞാൻ തർസൂസിലായിരിക്കുമ്പോൾ, തർസൂസ്
പേർഷ്യയുടെ അങ്ങ് മേലെ അറ്റമാണ്. തർസൂസിൽ ഞാൻ നിൽക്കുമ്പോഴേ അബൂബക്കർ ഇബ്നു ഷഫഖ് എന്ന് പറയും. അബൂബക്കർ ഇബ്നു ഷഫഖ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ഒരു മഹാനോട് പറയുന്ന വാക്കാണ്. അബുൽ ഖൈർ എന്ന് പറയുന്ന മറ്റൊരു മഹാപണ്ഡിതൻ, അബുൽ ഖൈർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആര് പറയാണ്? അല്ലാമ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ്. അബുൽ ഖൈർ പറഞ്ഞതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് എന്താണതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ذكر أنه لقي عيسى بن مريم عليه السلام. ഈസാ നബി അദ്ദേഹം കണ്ടുപോൽ. അതിപ്പോ എങ്ങനെ കാണാം? ഈസാ നബി വരാൻ സമയമായിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഡമസ്കസിൽ ഇറങ്ങുന്നു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ ശർഖിയ ദിമഷ്ക് എന്ന് മഹാൻ ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളിൽ നിന്ന് കേട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. യൻസിലു അലൽ മനാറത്തിൽ, സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ്, ഇന്ന് നിലവിലുള്ള മഹാനഗരം, ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു മസ്ജിദിന്റെ 2 മുനാരങ്ങളിലൂടെ ഈസാ നബിയെ കണ്ടു എന്നും അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് മഹാനായ അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയൊരു മഹാനോട് സംസാരിക്കാൻ. ആ സംഭവമാണ് മഹാനായ അല്ലാമ യാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ കിതാബിൽ ഉദ്ധരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അസ്അദുൽ യാഫിഈ റൗളുർ റയാഹീനിൽ. നമ്മുടെ ചർച്ചയിലേക്ക് വരാം. റയാഹീനിലെ ഒരു ഉദ്ധരണി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല. ഹാഫ് യുക്തിവാദി ഹാഫ് മുസ്ലിം ആയിരിക്കും. അവൻ ഇത് ആരോട് പറഞ്ഞു എന്ന സദസ് അയാൾ കാണുന്ന പോലുമില്ല. അപ്പൊ അയാളുടെ കണ്ണിൽ ഇത് മായാവി കഥയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് ആർക്കും എന്തും എഡിറ്റ് ചെയ്തിട്ടും അല്ലാതെയും വിടാൻ പറ്റുന്ന കാലമാണ്. നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും കറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ കറാമത്തുകൾ സത്യസന്ധമാണ്, അതിൽ ഒരു സംശയവുമില്ല. മഹാനായ അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഈസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ സംശയം തോന്നി. അബൂബക്കർ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ സംശയം തോന്നി അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വലിയൊരു ശൈഖിനോട് ചെന്ന് പറയാ, അബുൽ ഖൈർ എന്ന് പറഞ്ഞ നല്ല മനുഷ്യനാ, പക്ഷെ എനിക്കൊരു കാര്യം മൂപ്പര് പറഞ്ഞത് ശരിയായിട്ടില്ല. അങ്ങനെ പലപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ വേറെ ആശയങ്ങളൊക്കെ ഉള്ള ആളുകൾ എത്രയോ ഉണ്ട്, എനിക്കറിയാം. അപ്പൊ അവര് പറയും സംഗതി ആള് പറയണൊക്കെ ശരി തന്നെ, പക്ഷെ ഈ പറഞ്ഞത് ഞാൻ അംഗീകരിക്കൂല. ആയിക്കോട്ടെ, ആ ഒന്നല്ല അംഗീകരിക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ അംഗീകരിക്കാൻ പറ്റുമല്ലോ. ആ ഒന്ന് ഉസ്താദിന് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. മുപ്പർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാണ്ട് നല്ലത് ഉസ്താദിന് തിരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കലായിരിക്കും. അപ്പൊ പിന്നെ അതാണ് എളുപ്പം. എന്നാലും സാരമില്ല. അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മുത്തഖിയായ വലിയൊരു ആബിദായ മഹാനാണ്. അങ്ങനത്തെ ഒരാൾ ഞാൻ ഈസാ നബിയെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഖിദ്ർ അലൈഹിസ്സലാമിനെ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഖിദ്ർ നബിയെ ചിലപ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. ഈസാ നബിനെ കണ്ടു എന്നോ? അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ഈ മഹാൻ, ചരിത്രത്തിൽ ഇമാം യാഫിഈ തങ്ങൾ ഉദ്ധരിക്കുന്ന ആ മഹാൻ പറയാണ്, ഞാൻ അബുൽ ഖൈർ എന്നവർ പറഞ്ഞതിന് സമാനമായ ഒരു ചരിത്രം പറഞ്ഞു തരാം, ഒരു സംഭവം പറഞ്ഞു തരാം, ഒരു തെളിവ്. സമിഅ്തു മുഹമ്മദ് ഇബ്നു ഹാമിദ് വഖദ് ദക്കറ ഖൗല റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ഹാമിദ് എന്നവർ ഉദ്ധരിച്ചരിക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ നബി തങ്ങളുടെ ഹദീസ്? കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ അന അവ്വലുഹും വഈസാ ആഖിറുഹും. കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത്? അന അവ്വലുഹും, ഞാൻ അവരിലെ ആദ്യത്തെ ആളും, വഈസാ ആഖിറുഹും, ഈസാ നബി അലൈഹിസ്സലാം അവരിലെ അവസാനത്തെ ആളുമാണെങ്കിൽ പിന്നെ എന്തിന് ഒരു ഉമ്മത്ത്? ഈ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത്, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവ്വൽ ആരാണ്? മുഹമ്മദ് നബി തങ്ങളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവസാനം വരുന്നത് ആരാ? ഈസാ നബി അലൈഹിസ്സലാം. ആദ്യം നബിയും അവസാനം ഈസാ നബിയും വരുന്ന ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിന് എന്ത് പ്രയാസം വരാനാണ്? അവർ എന്ത് പ്രയാസം വന്നാലും അതിനെ അവർ അതിജയിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ആശ്വസിക്കേണ്ട ഒരു ഹദീസാണ്. എന്തൊക്കെ രാഷ്ട്രീയമായ ചലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നാലും, എന്തൊക്കെ തരത്തിൽ നമുക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ, പേടിപ്പെടുത്തുന്നത് ഇബ്ലീസിന്റെ പണിയാണത്. പേടിപ്പിക്കുക, വെറുതെ പേടിപ്പിക്കുക. മുമ്പ് കാലങ്ങളിലൊക്കെ കലാപങ്ങളും അല്ലെങ്കിൽ അതിക്രമങ്ങളുമൊക്കെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്, അതാരും അറിയില്ല. ഇന്ന് പക്ഷേ ഒരു കോർണറിൽ നടന്നാൽ അത് വലിയ ചർച്ചയാണ്, എല്ലാവരുടെ മുമ്പിലേക്ക് ഇതെത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഭീതി വരും. പുണ്യനബി നിങ്ങൾ പറയാ, ഞാൻ ആദ്യവും ആ വരവിലാണ്
എല്ലാവരും കാണാം. സാധാരണക്കാരും അല്ലാത്തവരൊക്കെ കാണുന്നത് ആ മൂന്നാമത്തെ വരവിലാണ്. അതിന്റെ മുമ്പ് രംഗകരമായ സങ്കടം തോന്നി. പടച്ചോനെ, ഒരു മഹാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോയല്ലോ, അങ്ങനെ ഉണ്ടാവോ എന്ന് ഞാൻ ചിന്തിച്ചു പോയില്ലേ. ആരെ പറ്റിയാ ചിന്തിച്ചത്? അബുൽ ഖൈർ എന്ന മഹാനെ സംബന്ധിച്ച്. മുമ്പ് ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞു. അത് സാധാരണ നമ്മളാ ഇനിയിപ്പോ ഈ വാദം ഞാനും കേൾക്കുകയാണെങ്കിൽ അവരും പറയും, ഇതാ പുതിയ കഥ വന്നു കേട്ടോ, ഉദവിത പറയുന്നു ഈസാ നബി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞാൽ മതി, അതിന് ആദ്യം പറഞ്ഞു തരുന്നത്. 3 തവണ ഇറങ്ങുമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹാമിദ് എന്നവരാണ് ഈ ഹദീസിനെ ശറഹ് ചെയ്തത്. 3 തവണ വരുന്നുണ്ട്. ആദ്യത്തെ 2 വരവുകൾ ഔലിയാഇനും സ്വാലിഹീങ്ങൾക്കുമാണ്. 3-ാമത്തെ വരവാണ് ബൈത്തുൽ മുഖദ്ദസിൽ താമസമാക്കുന്ന വരവ്, ഡമസ്കസിൽ ഇറങ്ങുന്ന വരവ്. ആ വരവ് മഹ്ദി ഇമാമിന്റെ വരവിന്റെ ശേഷമാണ്. അപ്പോഴായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിയാം. അല്ലാത്തവർ മഹാനവറുകളെ കണ്ടുപോയി കാണും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനവറുകളുടെ ഒരു അവതരണം കഴിഞ്ഞു. 2-ാമത്തേത് സംഭവിച്ചോ നമുക്കറിയില്ല. സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ള അവതരണം കഴിഞ്ഞോ എന്നറിയില്ല. അബുൽ ഖൈർ എന്നവർ സ്വാലിഹിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും സംശയമുണ്ടായ മഹാന് ഭയങ്കര വിഷമായി. പടച്ചോനെ, മോശമായില്ലേ, ഞാൻ മൂപ്പരെ പറ്റി അത് ശരിയായില്ല എന്നല്ലേ ഈ പറഞ്ഞത്. ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരോട് സൂചിപ്പിക്കുകയാണ്, ഒന്നുമില്ല, ഇൽമും അറിവൊന്നും നമ്മൾ ഉസ്താദ്മാരുടെ അടുത്ത് ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അറിവുള്ള ആളുകൾ അവരുടെ ഉദ്ധരണികൾ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാതെ സ്വീകരിക്കലേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. നമുക്കതിന്റെ നിജശ്രീയെ തിരുത്തി പറയാൻ യോഗ്യതയില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത്. പല ആളുകളും അങ്ങനെ ക്ലിപ്പുണ്ടാക്കി വിടല്, ഒരു ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് കിട്ടലായിരിക്കും വലിയ ആവശ്യം. അതിൽ പല പണ്ഡിതന്മാരെയും മികിട്ട് കയറും. ഞാൻ പറയുന്നുണ്ട്, ഒരു ഈജിപ്തിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മഹാനായ മുത്തവല്ലി ഷഅറാവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹുവിന്റെ വലിയൊരു ആബിദായ അഹ്ലുസുന്നയുടെ ആലിമും വലിയ ഖുർആൻ പണ്ഡിതനുമാണ് മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. അടുത്ത കാലത്ത് 2000 മരിച്ചുപോയത്. വലിയ ആലിമാണ്. മഹാനവറുകളുടെ ദർസുകള് ടിവിയിൽ ഇപ്പോഴും വരും. ദുബൈ, അബുദാബി റേഡിയോകളിൽ എപ്പോഴും രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടാവും. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവിയുടെ ഖവാത്തിർ എന്ന് പറഞ്ഞ പരിപാടി, തഫ്സീറുണ്ട്, അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട്. അതിന്റെ ഓഡിയോ ഇപ്പോഴും റേഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഗൾഫിലൊക്കെ ഭയങ്കരമായൊരു സാത്വികനായ ആലിമ. ആ പണ്ഡിതനെ ഒരു ചെറുപ്പക്കാരൻ നിരൂപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരൽപ്പം സലഫിസം തലയിൽ കയറിയതാണ്. എന്നിട്ട് എന്താ നിരൂപിക്കുന്നത്? ആയിരക്കണക്കിന് ഇൽമുകൾ സമൂഹത്തിന് പറഞ്ഞു കൊടുത്ത അല്ലാമ മുത്തവല്ലി ഷഅറാവി തങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഖബറിന്റെ മുകളിൽ തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ വിശ്വസിക്കുന്നില്ല, അത് ശരിയല്ല, മൂപ്പർക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിക്കാം, പൊന്നാര ചങ്ങായി, നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ചാൽ തീരൂല ഈ വിഷയം? ഇത്ര വലിയൊരു ആലിം ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴേ നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് ചിന്തിച്ചാൽ പോരെ എവിടെ? അപ്പൊ എന്താ പറയണത്? അത് മുത്തവല്ലി ഷഅറാവിക്ക് തെറ്റുപറ്റിയതാണ്, മൂപ്പർക്ക് ആ പറഞ്ഞത് തെറ്റുപറ്റിയതാണ്, ബാക്കിയൊക്കെ ശരിയാണ്. ഇതാണ് കാലഘട്ടം. ആ ബോധം തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലമാണ്. നിരൂപണങ്ങൾ വഴിവിട്ടുപോകുന്ന കാലമാണ്. അപ്പൊ അതിൽ നല്ലതും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സജ്ജനങ്ങളായ ആളുകളുടെ സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല. അത് ഖുർആനും ഹദീസായത് കൊണ്ടല്ല. നിഷേധിക്കേണ്ട, നിനക്ക് വേണമെങ്കിൽ പിന്നെ വിശ്വസിക്കാതിരുന്നോ, പക്ഷെ നിഷേധിക്കരുത്. അത് തെറ്റാണെന്നോ അത് ഇല്ലെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ആധികാരികമായ സംഭവങ്ങളെ തീർച്ചയായും. അപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ ഷഫഖ് ബഹുമാനപ്പെട്ടവര് പറയാണ്, എനിക്ക് ഭയങ്കര നാണം തോന്നി. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുതിരയും എടുത്ത് തർസൂസിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഒരു കുതിരയെ ഒരുക്കി അദ്ദേഹം വന്നു നിൽക്കുന്നു. അപ്പൊ ചോദിച്ചു, അബൂബക്കർ ബിൻ ഷഫഖ് എവിടേക്കാ പോകുന്നത്? പറഞ്ഞു, ഞാൻ പോകുന്നത് അബുൽ ഖൈർ തങ്ങളെ കാണാൻ വേണ്ടി പോവാ. അല്ലാ, 1 മാസത്തെ യാത്രയുണ്ട് അദ്ദേഹത്തെ കാണാൻ. അപ്പോ എന്തിനു പോകുന്നു? ഒന്നുമില്ല, ഞാൻ അദ്ദേഹത്തോടൊന്ന് പൊരുത്തപ്പെടിക്കട്ടെ. എന്താ പൊരുത്തപ്പെടിക്കാനുള്ളത്? ഈസാ നബി അലൈഹിസ്സലാമുമായി അദ്ദേഹം കണ്ടുമുട്ടി എന്ന് പറയുന്ന വാർത്ത ശരിയല്ല എന്ന് തെറ്റിദ്ധരിച്ചത് ആ മഹാനോട് പോയി പൊരുത്തപ്പെടിക്കാനാണ്. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അന്ന് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, പൊരുത്തപ്പെട്ടിരണം എന്ന് പറയാനായി പോകുന്നത്. അപ്പോ ഈ മഹാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പോണോ? ഇജ്ലിസ് ഇലൽ ഗദ്, നാളെ പോയാ പോരെ, ഇപ്പൊ തന്നെ പോന്നോ, നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇന്നി അഖാഫു വല്ലാഹിൽ മൗത്ത്, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാനിങ്ങ് മരിച്ചുപോയാൽ അബുൽ ഖൈർ തങ്ങളോട് ചെന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ മരിച്ചുപോയാലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടാൻ. അദ്ദേഹം രാത്രിക്ക് രാത്രി പുറപ്പെട്ടു. 1 മാസത്തെ ദൈർഘ്യമുണ്ട് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മിനിമം 1500 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോഴേ 1 മാസത്തെ ദൈർഘ്യം വരിക. 1500 കിലോമീറ്റർ യാത്ര ചെയ്യണം. അബുൽ ഖൈർ തങ്ങളെ കണ്ടു, എന്നിട്ട് തിരിച്ചു വരാൻ.
തിരിച്ചു വന്നിട്ട് ഈ മഹാന്റെ അടുത്ത് വന്നിട്ട് അബുൽ ഖൈർ എന്നവരെ കണ്ടുമുട്ടിയ കഥ പറയാണ് അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറഞ്ഞെന്നറിയോ? മഹാനവറുകളെ, അബുൽ ഖൈർ തങ്ങളെ ഞാൻ കാണാൻ പോയത് ഈസാ നബിനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം അതിലെ എന്റെ പിഴവ് തിരുത്താനാണ്. അതിലും വലിയ അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വരുന്നത്. അതെന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അസ്ര നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയതാ. അപ്പൊ ഞാൻ ബാക്ക് നിസ്കരിച്ചു. മിഹ്റാബിൽ തന്നെ മഹാനായ അബുൽ ഖൈർ തങ്ങൾ ഇരുന്നു. ഞാൻ ഏതോ നാട്ടുകാരനാണ്. ഞാൻ അവിടെ ഇരുന്നു, നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പള്ളിയുടെ വാതിലിക്കൽ ഞാൻ വന്നു നിന്നു. മഹാനവറുകൾ പുറപ്പെടുമ്പോ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കാൻ ഞാൻ വാതിൽക്ക് നിൽക്കുമ്പോ എന്നെ കണ്ടപ്പോഴേ ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞ ഈ മഹാൻ അബുൽ ഖൈർ തങ്ങൾ എന്നെ കണ്ടപ്പോഴേ എന്റെ പേര് വിളിച്ചു. യാ അബൂബക്കർ ഇർജി ഫഖദ് ജഅൽനാക ഫീ ഹിൽ. നിങ്ങൾ തിരിച്ചു പോയിക്കോളി അബൂബക്കർ, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. യാ അല്ലാഹ്, ഞാൻ എന്റെ വിഷയം പറഞ്ഞിട്ട് പോലുമില്ല. എന്റെ ഖൽബിലേക്ക് നോക്കിയിട്ട് അബുൽ ഖൈർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടിക്കാൻ വന്നതല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അത്ഭുതം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് മഹാനായ അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇത് പറയുന്നത് സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കറാമത്തുകളാണ്. സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില മഹാ അത്ഭുതങ്ങളാണ്. അള്ളാഹു സജ്ജനങ്ങളുടെ ജീവിതം, അവരുടെ മാർഗം, അവരുടെ തർബിയത്ത്, അവരിൽ ലഭിക്കേണ്ട തസ്കിയത്ത്, അതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞാൽ, നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. നന്മയുള്ള ഒരു നല്ല മഹാനിൽ നിന്ന് കേൾക്കാൻ അവസരം ഉണ്ടാകും. സഹോദരിമാരെ, നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ ഒരു സ്വാലിഹത്തായ ഒരു നല്ല പെണ്ണിനെ, ഒരു നല്ല ഉമ്മയെ, ഒരു നല്ല മഹദിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാകും. ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണ്. അൽ മഹദിയു മിന്നാ അഹ്ലൽ ബൈത്ത്. സ്വലാഹ്, നന്മയുണ്ടാകുന്നത്, സ്വാലിഹായി മാറുന്നതിന് അല്ലാഹു തആല ഒരുപക്ഷെ ഒരൊറ്റ രാത്രിയായിരിക്കും സമയം വെച്ചിട്ടുണ്ടാവുക. ഒരൊറ്റ രാത്രിയിൽ ഒരു മനുഷ്യൻ അടിമുടി മാറാനിടയുണ്ട്. കുറെ കൊല്ലങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് സ്വാലിഹായി മാറാൻ പറ്റും. അങ്ങനെ സാധ്യമാണോ? അതെ. എന്താ തെളിവ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഹദീസ്. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ, ഇബ്നു മാജ തങ്ങളുടെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്. മഹ്ദി എന്ന് പറയുന്ന ഇമാം മഹ്ദി നമ്മൾ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, നബി തങ്ങളുടെ കുടുംബക്കാരാണ്, തങ്ങൾമാരിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി തങ്ങളായിരിക്കും. പക്ഷെ വരുന്നത് യമനെന്നോ കേരളത്തിന്നോ സൗദി അറേബ്യന്നോ ഹാഷിമിയ ഭരണമുള്ള ജോർഡാനെന്നോ അല്ല. ഇമാം മഹ്ദി വരുന്നത് ഒന്നുകിൽ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ജോർജിയ, ഈ ഭാഗങ്ങളിൽ എവിടെ നിന്നെങ്കിലുമായിരിക്കും വരിക. മാവറ അന്നഹർ എന്നാ പറഞ്ഞത്. ആ പ്രദേശങ്ങളിൽ നിന്ന് അവര് അറബി സംസാരിക്കാത്ത ആളായിരിക്കും. പക്ഷെ അറബി സംസാരിക്കും. മാതൃഭാഷ അറബിയല്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ. ബുഖാരി ഇമാം ആ ഭാഗത്താണ്, താഷ്കന്റാണ്. ബുഖാരി ഇമാമിന്റെ നാടിന്റെ തലസ്ഥാനത്ത് താഷ്കന്റാണ്. സമർക്കന്ത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോയ ആൾക്കാരുണ്ടായിരിക്കും. മാവറ അന്നഹർ രാജ്യങ്ങളാണ് അതൊക്കെ. അവിടെ നിന്ന് വരുന്ന ഒരു സംഘത്തിലാണ് ഇമാം മഹ്ദി വരികയെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്തുമുർ റായാതിസ് സൂദ് മിൻ ഖിബലി ഖുറാസാൻ ഫഖ്ബലൂഹും ഫഇന്ന ഫീഹിമുൽ മഹ്ദി. കറുത്ത കൊടി പിടിച്ച് ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന്, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിന്റെ മുകളിലുള്ള രാജ്യങ്ങളാണ്. അങ്ങ് റഷ്യ, അങ്ങ് സോവിയറ്റ് യൂണിയന്റെ പഴയ കാലത്തെ സോവിയറ്റ് റഷ്യയുടെ ഭാഗങ്ങൾ, ഇറാനിന്റെ ബാക്കിലുള്ള രാജ്യങ്ങൾ, അത് അഫ്ഗാൻ പെട്ടു, ഉസ്ബെക്കിസ്ഥാൻ പെട്ടു, താജിക്കിസ്ഥാൻ പെട്ടു, ഖസാക്കിസ്ഥാൻ പെട്ടു. ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും, തത്താരിസ്ഥാൻ അടക്കം, അവിടെ നിന്ന് കറുത്ത കൊടി പിടിച്ച ഒരു സംഘത്തിന് നേതൃത്വം നൽകി ഒരു മഹാൻ വരുന്നുണ്ട്. ആ സംഘത്തെ നിങ്ങൾ സ്വീകരിക്കണം. അവരിൽ എന്റെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി ഉണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഒരു രാത്രിയിലാണ് അല്ലാഹു അവർക്ക് സ്വലാഹ് നൽകുന്നത്, അല്ലാഹു മഹാനവറുകളെ നന്നാക്കിയെടുക്കുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം അവർ നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ സ്വാഭാവികമായും ഒരു മനുഷ്യനുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഇമാം മഹ്ദിയിൽ നിന്ന്, കാരണം അവരുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. നബി തങ്ങളുടെ പേരാണ്, തങ്ങളുടെ ഉപ്പാന്റെ പേരായിരിക്കും അവരുടെയും പേര്. ജനിച്ചിട്ടോ വളരുമ്പോഴോ ഒരിക്കലും ഇമാം മഹ്ദിക്ക് താനാണ് മഹ്ദി എന്നറിയില്ല. ഒരു മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന പേരായിരിക്കും, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും. അങ്ങനത്തെ ലക്ഷക്കണക്കിന് മുഹമ്മദ് ബിൻ അബ്ദുള്ള മഹാലോകത്തുണ്ട്. പക്ഷേ ഒരു രാത്രിയിലാണ് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ കഴിയുന്ന, മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിധമുള്ള ക്വാളിറ്റി മഹാനവറുകൾക്ക് അല്ലാഹു നൽകുന്നത്. യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഒരൊറ്റ രാത്രിയിലാണ്.
ഒരു രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ആകെ 8 മണിക്കൂർ 10 മണിക്കൂറല്ലേ ഉണ്ടാവൂ. ഒരു 10 മണിക്കൂർ സമയത്തിനുള്ളിൽ, അതും സുബഹി ആയി കഴിയുമ്പോൾ എത്രയൊന്നും കിട്ടൂല, എന്തായാലും ഒരു മേലെ തല പോയ 8 മണിക്കൂർ 9 മണിക്കൂർ മാക്സിമം, ദ ലോങ്സ്റ്റ് നൈറ്റ് ഒക്കെ കൂട്ടിയാണെങ്കിൽ ആ ഒരു രാത്രിയിലാണ് മഹാനവറുകളെ അടിമുടി അള്ളാഹു മാറ്റുന്നത് എന്നാണ്. അള്ളാഹു വിചാരിച്ചാൽ അത്ര മതി. ഏതുപോലെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹു തആല മാറ്റിമറിച്ചത് ഒരൽപ്പം ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് അമവി ഭരണാധികാരികളിൽ ലോകത്ത് നീതി നടപ്പാക്കിയ ഉമർ തങ്ങൾക്ക് രണ്ടാം ഉമർ എന്ന് പറയാൻ കഴിയുന്ന വലിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. നമ്മൾ അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ വാതിലൊക്കെ പറയാറുണ്ട്. മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്ത് 2.5 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. അങ്ങനെ വഫാത്താവുകയാണ്. ആ 2.5 കൊല്ലം ഒരു 25 കൊല്ലത്തിന്റെ നന്മ ചെയ്തു പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. പക്ഷേ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് വരെ തന്റെ മുമ്പുള്ള രാജകുമാരന്മാരെ പോലെ മഹാനവറുകളും ഒരൽപ്പം ആസ്വദിച്ച് നടക്കുന്ന ആഡംബര ജീവിതമുള്ള ആളായിരുന്നു. അടിച്ചുപൊളി ജീവിതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഖിലാഫത്ത് അങ്ങ് വന്നപ്പോഴാണ് അന്ന് രാത്രിക്ക് രാത്രി ആ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനെ അടിമുടി മാറ്റുകയാണ് ഉണ്ടായത്. സയ്യിദു സാഹിദീൻ, ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞ സാഹിദീങ്ങളുടെ നേതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര്. എപ്പോ മുതൽ? ഖിലാഫത്ത് ഏറ്റെടുത്ത അന്നു മുതൽ. അതിന് മുമ്പുള്ള ജീവിതം പോലെയല്ല ഖിലാഫത്തിന് ശേഷമുള്ള ജീവിതം. അള്ളാഹു വിചാരിച്ച അത്രയേ ഉള്ളൂ. എത്ര കള്ളുടിയന്മാരും വ്യഭിചാരികളും മയക്കുമരുന്നിന് അടിമകളാണെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ട് അവരെ അടിമുടി മാറ്റാൻ റബ്ബിന് കഴിയും. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ, അള്ളാഹു നമുക്ക് സ്വലാഹ് നൽകട്ടെ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി തങ്ങൾ പറയുന്നത്, വൈഹ ഹാദിഹിൽ ഉമ്മ മിൻ മുലൂകിൻ ജബാബിറ, ഈ ഉമ്മത്തിന് നാശം വരാനുണ്ട്. സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ, രാജാക്കന്മാർ ഈ ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കും. കൈഫ യഖ്തുലൂൻ വയഹീഫൂന അൽമുതീഈന ഇല്ലാ മൻ അദ്ഹറ ത്വാഅതഹും, സജ്ജനങ്ങളെ മുഴുവൻ അവർ വെട്ടിവീഴ്ത്തുന്നവരാണ്. അവരോട് വിധേയത്വം കാണിച്ചവരെ ഒഴികെ അവർ വെറുതെ വിടും. ബാക്കിയുള്ളവരെ മുഴുവനും അവർ കൊല ചെയ്യും. അങ്ങനത്തെ കൊലപാതകികളായ ഭരണാധികാരികൾ എന്റെ ഉമ്മത്തിന് കാണേണ്ടി വരും. فالمؤمن التقي يصانعهم بلسانه ويفر منهم بقلبه, സജ്ജനങ്ങളായ നല്ല മനുഷ്യർ ഈ ക്രൂരന്മാരായ ഭരണാധികാരികളെ കാണുമ്പോ വായ കൊണ്ട് നല്ല വാക്ക് പറയും, പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാണ് അവരെ. പറയുമ്പോ അങ്ങനെ പറയുള്ളൂ, ആ നല്ല 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 ഭരണാധികാരിയാണ്, നല്ല ആളാണെന്ന് പറയും, പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവരോട് വെറുപ്പായിരിക്കും സജ്ജനങ്ങൾക്ക്. وَإِذَا أَرَادَ اللَّهُ أَن يُعِيدَ الْإِسْلَامَ عَزِيزًا, അള്ളാഹു ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഖസമ കുല്ല ജബ്ബാരിൻ അനീദ്, സ്വച്ഛാധിപതിയായ സർവ ധിക്കാരികളായ ഭരണാധികാരികളെയും അള്ളാഹു പരാജയപ്പെടുത്തും. വഹുവൽ ഖാദിറു അലാ മാ യശാ അൻ യുസ്രിഹൽ ഉമ്മത ബഅദ ഫസാദിഹാ, ഈ ഉമ്മത്തിന് വലിയൊരു പരീക്ഷണം വന്നതിന് ശേഷം, ഈ ഉമ്മത്ത് നശിച്ചു പോയതിനു ശേഷം ഈ ഉമ്മത്തിനെ നന്നാക്കിയെടുക്കാനും അള്ളാഹു കഴിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും കള്ളുടിയന്മാരായി മാറി എന്ന് വിചാരിക്കുക. നമ്മൾ തമാശയാണെങ്കിലും പറയും, പണ്ടൊക്കെ കല്യാണം ആലോചിച്ച് വരുമ്പോഴേ ചെറുക്കന് നിസ്കാരം ഉണ്ടെന്നാ ചോദിച്ചിരുന്നത് അല്ലേ. അപ്പൊ ചെറുക്കന്മാരോ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ നിസ്കാരമൊക്കെ തുടങ്ങും, ഒരു പള്ളിയിലൊക്കെ പോയിരിക്കാൻ തുടങ്ങും, ജമാഅത്തിന് അവ്വൽ വക്തിന് വരൽ തുടങ്ങും. അപ്പോൾ കല്യാണത്തിന് ബ്രോക്കർമാരും പെണ്ണിന്റെ കൂട്ടരൊക്കെ വന്ന് നോക്കുമ്പോൾ അല്ലാഹ് ചെറുക്ക് ഒന്നാം സൊഫല സുബൈക്ക് കണ്ടത്, ഇനി ഒന്നും ആലോചിക്കണ്ട, കെട്ടിച്ചെടുത്തോന്ന് ഒന്ന് അടാടെ നിസ്കരിക്കായിരിക്കും ചിലപ്പോ. അപ്പോ അന്ന് അങ്ങനെ. ഇന്നിപ്പോ ചോദിക്കുന്നത് എന്താണെന്നറിയോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, മയക്കുമരുന്ന് ഗ്യാങ്ങിലാണോ, ആള് ഇപ്പൊ എങ്ങനെയാണ്, നല്ല ബോധത്തിൽ ജീവിക്കുന്ന ആളാണോ അല്ലേ, മയക്കുമരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്നാ പിന്നെ കെട്ടിച്ചു കൊടുക്കുക. ഒരു നിസ്കാരം ഉണ്ടോ എന്ന് വലിയ ചോദ്യം പോലും ചോദിക്കുന്നില്ല. യാ അല്ലാഹ്, എത്ര വലിയ വ്യത്യാസം വന്നല്ലേ. മയക്കുമരുന്നുണ്ടോ എന്ന് അപ്പൊ ചോദിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. പൈസ കയ്യിൽ വന്നപ്പോ ഈ ഉമ്മത്തിന് വന്ന വലിയ പരീക്ഷണമാണത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളുടെ ശരീരങ്ങളെ അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. ആൺമക്കളും പെൺമക്കളും ഉണ്ട് നമുക്കൊക്കെ, അവരൊക്കെ അല്ലാഹു സജ്ജനങ്ങളാക്കി തരട്ടെ. നമ്മുടെ സദസ്സിലുള്ള പെൺകുട്ടികൾ ആൺകുട്ടികള് അവരുടെ മനസ്സുകളിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളെ അള്ളാഹുവിനെ എടുത്തു കളയണേ തമ്പുരാനെ. അള്ളാഹു അങ്ങനെ ദ്വാരക്കാൻ പറയൂ. പ്രേമവും അനുരാഗവും ഒക്കെ ഒരുതരം ഭ്രാന്താണ്. ആ ഭ്രാന്തിനെ പരിപോഷിപ്പിക്കാൻ ആ സിനിമകളും പാട്ടുകളൊക്കെ ചെയ്യാം അല്ലേ. അതന്നെ. അള്ളാഹു നിങ്ങൾക്ക് ഹലാലായ ഒരു ബന്ധം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രേമത്തിൽ പോകേണ്ട കാര്യമില്ല, ഡേറ്റിങ്ങിന് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇണയായി അവളും അവൾക്കിണയായി അവനും വന്നിരിക്കും, അള്ളാഹു ചേർത്ത് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ. ഇല്ലേ, നിങ്ങളെ എത്ര ഒളിച്ചോടിയിട്ടും കാര്യമില്ല, നടക്കൂല. പിന്നെ എന്തിനു ബേജാറാവുന്നു? അള്ളാഹു നിങ്ങൾക്ക് എഴുതി വെച്ച് നടക്കും. അതല്ലേ ഖദർ ഖലാ.
അത് വിശ്വാസമുള്ളവരെ എന്തിനാ പേടിക്കേണ്ടത്? എന്തിനാണ് വഴിവിട്ട ബന്ധങ്ങള്? എന്തിനാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ ചാറ്റിങ്ങും കറങ്ങലും അതും ഇതും? എന്തിന്? ആരെയാണ് നമ്മൾ വഞ്ചിക്കുന്നത്? അള്ളാഹുവിനെയോ? അള്ളാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഈ ഉമ്മത്ത് മുഴുവൻ ഫസാദായാലും ആ ഉമ്മത്തിനെ അള്ളാഹുവിന് തിരിച്ച് സ്വാലിഹീങ്ങളാക്കി നന്നാക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. മുഴുവൻ അങ്ങ് കിടന്നു പോയി എന്ന് വിചാരിക്കുക, ഉമ്മത്ത് തീർന്നു എന്നൊരിക്കലും പറയരുത്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ജനങ്ങൾ മുഴുവനും നശിച്ചു, നാട് മോശമാണ് എന്ന് ആരെങ്കിലും നാവ് കൊണ്ട് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, എല്ലാവരും ഇടക്കിടക്ക് പറയുന്ന ഒരു വാക്കാണിത്, നാട് പറ്റ മോശ. ഏതെങ്കിലും ഒരുത്ത എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പം ആകെ നമ്മളെ കുട്ടികൾ മുഴുവൻ പോക്ക എന്ന് പറയരുത്. അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യരുത്, ജനറലൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും എങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ പറയാ? എത്ര കോടിക്കണക്കിന് നല്ല മനുഷ്യരുണ്ട്, വൃത്തികേട് ഒന്ന് രണ്ടല്ലേ കാണുന്നുള്ളൂ, എത്ര നല്ല മനുഷ്യന്മാരുണ്ട് ഇവിടെ. അങ്ങനെ ആരെങ്കിലും ജനങ്ങൾ മുഴുവൻ നശിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിച്ചത് ആ പറഞ്ഞവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് റിവായത്താണ്, ഫഹുവ അഹ്ലകുഹും അല്ലെങ്കിൽ ഫഹുവ അഹ്ലകഹും, അവനാണ് അവരെ നശിപ്പിച്ചത്, അതല്ലെങ്കിൽ അവനാണ് അക്കൂട്ടത്തിൽ ഏറ്റവും നശിച്ചത്. രണ്ടും മോശമായ അർത്ഥമാണ്. അതുകൊണ്ട് ആരും ഈ ഉമ്മത്ത് നശിച്ചു, ഉമ്മത്ത് കേടായി, ഇനി നന്നാവില്ല എന്നൊരിക്കലും പറയരുത്. സ്വലാഹിന്റെ നന്മയുടെ വഴി അവിടെ ബാക്കി നിൽക്കാൻ മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങളെ നമ്മൾ ഓർത്തു പോവുകയാണ്. കള്ളുകുടിയന്മാരായ ഒരു പറ്റം ചെറുപ്പക്കാർ നൗകയിൽ, ബോട്ടിൽ, ദിജ്ലയിൽ, ഇറാഖിലാണ് സംഭവം നടക്കുന്നത്. അവര് മഗ്രിബ് നിസ്കാര സമയത്ത് തിമർത്താടി കള്ളുകുടിച്ച് കുറച്ച് പെൺകുട്ടികളുണ്ട്, പിന്നെ എന്താ അവിടെ നടക്കാന്ന് പറയേണ്ടതുണ്ടോ? അപ്പോഴാണ് മഅറൂഫുൽ ഖർഖിയോട് കൂടെയുള്ള മുരീദന്മാരെ പറഞ്ഞു, ഷെയ്ഖേ ഒന്ന് ദുആ ഇറക്കണേ, നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടല്ലോ. അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. മഹാനവരുടെ ഒരു ഉദ്ധരണി വഴിയെ നമുക്ക് സമയമുണ്ടെങ്കിൽ വരാൻ ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹുവിനോട് ദുആ ഇറക്കണേ, ഇവരെ ഒന്ന് നശിപ്പിക്കാൻ പറയണേ എന്ന് ചോദിച്ചു. മഹാൻ പറയണേ, ഞാൻ ദോരക്കങ്ങൾ ആമീൻ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ആമീൻ പറയാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതാ അവര്. ദിജ്ലയുടെ പുഴയുടെ ഓരത്തുകൂടെ നടക്കുമ്പോൾ വിളക്ക് വെച്ച് ഒരു നൗക, തിമിർത്താടുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ആളുകൾ, ആ നാട്ടിലെ ഏറ്റവും വലിയ കച്ചറ ടീം എന്ന് പറയാം, അവരപ്പോടെ യാത്ര ചെയ്യുന്നത്. അവരെ ഒന്ന് താഴ്ത്തിക്കളഞ്ഞാൽ ഈ നാട് നന്നാവും, അങ്ങനെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് ആ ബോട്ടൊന്ന് മുങ്ങാൻ ദ്വാരക്കോ, അദ്ദേഹം ദുആ ചെയ്തിരുന്നെങ്കിൽ ആ ബോട്ട് മുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ മഹാൻ ദുആ ചെയ്ത് മറ്റൊന്നാണ്. എന്താ ദ്വാരെന്നറിയോ? അദ്ദേഹം അള്ളാഹുവിന്റെ സ്വാലിഹായ ഒരു വലിയായിരുന്നു, മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ദ്വാരുന്നത്? അള്ളാഹുവേ, ദുന്യാവിൽ നീ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാനും അവസരം കൊടുക്കണമേ. എങ്ങനെ ഇതിന് ആമീൻ പറയാ? എന്താ പോയി ദോരക്കണത്? അള്ളാന്റെ വലിയായി ദോരക്കണത് അവരെ കള്ളുകുടിയന്മാരാക്കി മാറ്റാനാണോ ദോരക്കണത്? അല്ല. നാളെ പരലോകത്ത് സന്തോഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇവര് നന്നാവണം, അപ്പോഴല്ലേ പരലോകം കിട്ടുള്ളൂ. ദുന്യാവിൽ ഏതായാലും കുറച്ച് അടിച്ചുപൊളിച്ചൊക്കെ നടന്നു, നീ ഇതൊക്കെ മതിയാക്കി പടച്ചോനെ അവരെ നീ നന്നാക്കി കൊടുക്കണമേ. ദുന്യാവിൽ അവരെ നീ ആനന്ദിപ്പിച്ച പോലെ നാളെ പരലോകത്ത് സന്തോഷിപ്പിക്കണമേ എന്നാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫരിഹും ഫിൽ ആഖിറ. മഹാൻ വേണമെങ്കിൽ ദ്വാരക്ക ഈ ചെറുപ്പക്കാരെ മുഴുവൻ മുക്കി താഴ്ത്തണേ പടച്ചോനെ. ടൈറ്റാനിക് മുങ്ങിയ പോലെ മുങ്ങിക്കും. പക്ഷേ മഹാൻ ദുആ ചെയ്തില്ല. മഹാൻ ദുആ ചെയ്തത് അവരെ സന്തോഷിപ്പിച്ചില്ല. റബ്ബേ, ചെറുപ്പക്കാരല്ലേ, കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അതൊക്കെ മതിയാക്കി ഇനി അവർക്ക് ആഖിറത്തിലേക്ക് ചിന്ത വരണം. നമ്മുടെ മസ്ജിദുമായി, നമ്മുടെ മദ്രസയുമായി, നമ്മുടെ ദീനുമായി അവർക്ക് അടുപ്പം വേണം. പൊതുപ്രവർത്തനങ്ങളിലേക്ക് അവരിറങ്ങണം. അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും നാടിനും രാജ്യത്തിനും സമൂഹത്തിനും നന്മയായി ഭവിക്കണം എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. എന്നല്ലാതെ നാട് മുഴുവൻ കേടാണ്, നാട് മൊത്തം പോക്കാണ് എന്നൊരിക്കലും പറയരുത്. എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട് നന്മയുടെ ആളുകൾ, തിന്മയുടെ ആളുകളും. അതുകൊണ്ട് മൻ ഖാല ഹലകന്നാസ്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ, ഈ ഹദീസ് വളരെ ശ്രദ്ധിക്കണം. ഒരു വാക്കുകൊണ്ട് നമ്മുടെ സർവ്വത് നഷ്ടപ്പെട്ടു പോകും. മൻ ഖാല ഹലകന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു, കാലം തീർന്നു, ഇനി ജനങ്ങളിൽ നന്മയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകഹും, ആ പറഞ്ഞ ആളാണ് ആ ജനങ്ങളെ നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഫഹുവ അഹ്ലകുഹും, അവരിൽ ഏറ്റവും നശിച്ചു പോയത് ആ പറഞ്ഞവനാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അത് പറയരുത്. നന്മയുടെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അവർ നന്നായി വരും, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകും, അവർക്ക് ശോഭനമായ ഒരു നല്ല നാള് വരാനിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നിങ്ങൾ. എന്നല്ലാതെ ജനങ്ങൾ നശിക്കണം എന്ന് പറയേണ്ടവരല്ല എന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് നബിയുടെ ഈ പഠിപ്പിക്കല്. യാ ഹുദൈഫ, അതുകൊണ്ട് തങ്ങൾ പറയുന്നു, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് ഹബീബായ നബി തങ്ങൾ മഹ്ദി ഇമാമിന്റെ കഥ പറയുന്നത്. യാ ഹുദൈഫത്തു ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ വാഹിദ്, ഈ ലോകം അവസാനിക്കാൻ ഇനി ഒരേ ഒരു ദിവസമേ ബാക്കിയുള്ളൂ എന്ന് സങ്കല്പിക്കുക. ലതവ്വലല്ലാഹു ദാലികൽ യൗം,
ആ ഒരു ദിവസത്തെ അള്ളാഹു നീട്ടിക്കൊണ്ടുപോകും ഹുദൈഫ. ഹത്താ യംലിക റജുലുൻ മിൻ അഹ്ലി ബൈതി, എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലോകത്തിന്റെ അധികാരം ഏറ്റെടുക്കും ആ ഒരു ദിവസത്തേക്കെങ്കിലും. എന്ന് പറയാ ആ ഒരു ദിവസമാണെങ്കിൽ, ഒറ്റ ദിവസമല്ല ഉണ്ടാവുക, 7 വർഷം ഉണ്ടാകുമെന്നാണ് ഇമാം മഹ്ദിയുടെ ഭരണം. പക്ഷെ തങ്ങൾ പറയാ ഒരൊറ്റ ദിവസമേ ബാക്കിയുള്ളൂ എങ്കിലും അള്ളാഹു ലോകത്തിന്റെ ഭരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിക്കും. തജ്രിൽ മലാഹിമു അലാ യദൈ, ധർമ്മസമരങ്ങൾ അദ്ദേഹത്തിന്റെ കരങ്ങളാൽ ലോകത്ത് നടക്കും. യുദ്ഹിറുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ദീന് വ്യക്തമായി വരും, ദീനിന് വിജയമുണ്ടാകും. ലാ യുഖ്ലിഫു വഅദഹു വഹുവ സരീഉൽ ഹിസാബ്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹു അവന്റെ തീരുമാനം നടപ്പാക്കുന്നവനുമാണ് ഹുദൈഫ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളായി മാറുന്നത് ഒരു പെൺകുട്ടിക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് അവൾ അള്ളാഹു സ്വാലിഹത്താക്കി മാറ്റും. ഒരു ചെറുപ്പക്കാരൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ പടച്ചവനെ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, എന്റെ ശരീരത്തെ നന്നാക്കി തരയണമേ, എനിക്ക് പരിശുദ്ധി നൽകണമേ. അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും നാഥനും നീ തന്നെയല്ല റബ്ബേ എന്ന് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകലുകൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും, സ്വലാഹ് കൊടുക്കാൻ കഴിയും, അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ. നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ യാത്ര ചെയ്തവർ, നാട് വിട്ടുപോയവർ, കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം. അവര് നല്ലവരാണെന്ന് അബൂ ത്വാലിബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഖൂത്തിലെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ്. സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ്, നന്മയാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു. താബിഈങ്ങളുടെ ഒരുപാട് ഖൗലുകളുണ്ട്. ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ അന്നൽ അർള തബ്കി അലാ സ്വാലിഹി 40 യൗമാ, 40 ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ 40ന്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 40 എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും. എന്തേ? അവർക്ക് വേണ്ടി, മരിച്ച മയ്യത്തിന് വേണ്ടി ഒരു ദുആയാണ്. എന്താ കാരണം എന്നറിയോ? 40 ദിവസം ഭൂമി കരയും. 40 കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു, പിന്നെ സങ്കടപ്പെടുന്ന സമയമല്ല. 40 ദിവസം വരെ ഒരു സ്വാലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഥറുകളിൽ കാണാൻ പറ്റും. അതായിരിക്കണം ഈ 40 കഴിക്കുക എന്ന് പറയുന്നതിന്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ മരിച്ചുപോയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, മൻ ഗദാ യുരീദുൽ ഇൽമ ലാ യതഅല്ലമുഹു ഇല്ലാ ലില്ലാഹ്, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ നടന്നു വന്നാൽ, യാത്ര ചെയ്താൽ, ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ, വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് കയറിയിട്ടാ വന്നത് ദുബൈന്ന്, എങ്ങനെയാണെങ്കിലും ഇൽമ പറയാനും പഠിപ്പിക്കാനുമുള്ള യാത്ര. ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ അന്വേഷിക്കാനും ഇൽമ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ, വഫറശതു ലഹുൽ മലായികതു അലൈഹിമുസ്സലാം വഖനാഫഹാ, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ ഇൽമ പഠിക്കാൻ വരുന്നവർക്ക് താഴ്ത്തിക്കൊടുക്കും. വസല്ലത അലൈഹി മലായികതുസ് സമാവാതി വഹീതാനുൽ ബഹർ, നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും ഇൽമ പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി, ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ്. വെറുതെ ഇരിക്കരുത്. ഒരു നല്ല വാളോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക, നല്ല കിതാബ്, ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക, നല്ലതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ വലിയ ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ അൽഫി റക്അഹ്, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി 1 മണിക്കൂർ അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്നതാണ്. 1 മണിക്കൂർ. നമ്മളിപ്പോൾ 2 മണിക്കൂർ വാളാണെങ്കിൽ മിനിമം 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ്. 2000 റക്അത്ത് നിസ്കരിക്കാൻ മുട്ടുംകാല് പണിയാവൂലേ? 2000 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും നമുക്ക് 2 മണിക്കൂറുണ്ട്? അല്ലെങ്കിൽ ഈ രാത്രി നിസ്കരിക്കാൻ പറ്റും? 1000 കിട്ടുമോ? 500 റക്അത്ത് കിട്ടുമോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി എന്ന് പറഞ്ഞാൽ എന്തേ? ഈ പ്രപഞ്ചം there is nothing
worthier than the name and the topic of Allah. അള്ളാഹുവിന്റെ നാമം, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിഷയം, അതിനേക്കാളും മൂല്യമുള്ള ഒന്ന് ഈ ലോകത്തില്ല. അതല്ല ഈ ലോകത്തിന്റെ എല്ലാം. He is the essence of the creation. He is the creator. He is the sustainer. He is the one and only Allahu, the self-eternal. എല്ലാമായ റബ്ബ്. ആ റബ്ബല്ലാതെ എന്താണ് ഈ ലോകത്തുള്ളത്? ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ്. സ്വലാഹിന്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കും വേണം. നബി തങ്ങൾ പറയട്ടെ, വലിൽ ആലിമി മിനൽ ഫദ്ലി അലൽ ആബിദി കൽ ഖമരി ലൈലത്തൽ ബദരി അലാ അസ്ഗരി കൗകബിൻ ഫിസ് സമാ. അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യൻ അല്ലാഹു നൽകുന്ന സ്ഥാനം ആകാശ ലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ പൂർണ്ണചന്ദ്രനായി 14-ാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ, ഒരു നക്ഷത്രത്തെക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ഇബാദത്ത് ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിന് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നുണ്ട്. വൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. അമ്പിയാക്കന്മാരുടെ വാപ്പ മരിച്ച ചോദിക്കും ഹാലിമാര്, അനന്തരാവകാശികൾ എത്ര ഉണ്ട്? അപ്പൊ പറയും, മക്കളൊക്കെ പറയും, ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ? ഇൽമ പഠിച്ച പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അനന്തരം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്ന്. ഒരിക്കലുമല്ല. ഇന്നൽ അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ, ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല. അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിന്റെ പൊതുമുതലാണെന്നാണ് അല്ലാഹുവിന്റെ നിയമം. വലാകിന്നഹും വറസുൽ ഇൽമ, എന്നാൽ അവരിട്ടേച്ചു പോയത് ഇൽമാണ്. ആ ഇൽമാണ് ആലിമീങ്ങൾ പഠിക്കുന്നത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിഹി. അതുകൊണ്ട് മക്കളെ ഇൽമ പഠിക്കാൻ പറഞ്ഞേച്ചാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. ഒരു ആലിമിന്റെ മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ്. ഒരു ആലിമിന്റെ മരണം, ഒരു പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതൊരു മുസീബത്താണ്. ലാ തുജ്ബറു, അതിന് പകരം വെക്കാൻ കഴിയില്ല. ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ആലിമായ മനുഷ്യന്റെ മരണം. വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത്. ഒരു ആലിം മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഖബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ്. എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം. ഒരു ആലിമിന്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ്, പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ആലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കളാക്കാൻ പറ്റിയില്ല. ഇവിടെ മദ്രസയുണ്ട്, ദർസുകളുണ്ട്, അറബി കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്. അവിടേക്ക് ഭക്ഷണം കൊടുക്കുക, ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക, ആ സ്ഥാപനങ്ങളെ നമ്മളെ സഹായിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. മൗത്തുൽ ആലിമി ഫുൽമത്തുൻ ഫിൽ ഇസ്ലാമി ലാ തുസദ്ദു മഖ്തലഫൽ ലൈലു വന്നഹാർ. മഹാനായ ശംസുൽ ഉലമാ തങ്ങൾ വഫാത്തായി, കണിയത്ത് ഉസ്താദ് വഫാത്തായി പോയി, സൈനുൽ ഉലമ വഫാത്തായി. എത്രയോ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല. പുതിയൊരു ആലിം മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ്. ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ്. ലാ തുജ്ബർ, അത്രമേൽ അല്ലാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ ആലിമീങ്ങൾ. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വലാഹിന്റെ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ്. ഒരു ദിവസം ഒരു ഹദീസെങ്കിലും പഠിക്കുക, ഒരു ദിവസം ഒരായത്ത്, അതിന്റെ അർത്ഥം, അതിന്റെ തഫ്സീർ പഠിക്കുക. ഒന്ന് മതി, കുറെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മൾ മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം, എത്രയോ പുസ്തകങ്ങൾ കിട്ടും ഇവിടെ, എത്രയോ. നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട്, ചമ്മാട് ദാൽഹുദയുടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ, നല്ല നല്ല ദീനി ചരിതങ്ങൾ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത്. ബുക്ക് പ്ലസ്. വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. മാഷാ അല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ ഖുതുബ നിർവഹിച്ച ഒരു ചരിത്രമുണ്ട്. അന്ന് പ്ലാഗ് വന്ന കാലം, കൊറോണ കാലൊക്കെ മറന്നു പഠിച്ചോനെ. നമ്മുടെ ഈ ഓണം കേറാ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലം. നിങ്ങൾ ആലോചിച്ചു, ഓർമ്മ ഉണ്ട് അതൊക്കെ. എന്റെ ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ചാൽ തന്നെ ബോധം കിടും.
ഒരു മീൻ വരില്ല, ഒരു ഭക്ഷണം വരില്ല, പച്ചക്കറി വരാനില്ല. ആ പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരില്ല. എന്തേ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ? ബൈക്കെടുത്ത് പോയ അടി. എന്തായിരുന്നു കാലം! മറന്നപ്പോഴൊക്കെ ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല, അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പ്ലാഗ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഷാമിലുള്ളപ്പോ ഒരു പ്ലാഗ് വന്നിരുന്നവിടെ, പകർച്ചവ്യാധി. മഹാനവർ പറഞ്ഞു, ഇന്നഹാ റഹ്മത്തു റബ്ബിക്കും, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്. വഖബുലു സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇത് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് അത് റഹ്മത്താണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക്, ഫാസിഖീങ്ങളായ ആളുകൾക്ക് അത് ശിക്ഷയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്ന ഹദീസുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ത്വാഊൻ. ഈ കോവിഡ് ഒക്കെ ഇപ്പോഴുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെ പോകുന്നു തോന്നുന്നില്ല. അത് കനം കുറഞ്ഞു എന്ന് മാത്രം. ജലദോഷം വരെ കേട്ടിങ്ങനെ പോകുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാ. അപ്പോൾ വേവ് 50-60 ആയിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും. അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ അത് പെട്ടെന്ന് ഒഴിവാക്കി തരും. അള്ളാഹു സലാമത്താക്കി തരട്ടെ. പക്ഷെ ലോകത്തിന്റെ പല പേരുകൾക്കുന്നില്ല, പുതിയ പുതിയ പേരുകളിൽ. ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും, ചിലത് പേടിക്കും, ചിലത് പേടിക്കാണ്ടിരിക്കും. അതിന്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും. പകർച്ചവ്യാധിയാണ് അത്. അതിന്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും. എനിക്ക് പേടിയാവുന്നത് നബിതങ്ങൾ ഖിയാമത്തിന്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആടുകളുടെ മൂക്കിന് വരുന്ന ഒരു അസുഖമുണ്ട്. അത് വന്ന ആടുകൾ തളർന്നു വീഴലാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കാൻ വേണ്ടി പറയല്ല, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോ നബിതങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അനിത്വാഊൻ, നബിയെ പകർച്ചവ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ അവസ്ഥ? ഫഖാല, അതിന് മറുപടിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടി, കാന അദാബൻ യബ്അസുഹു അല്ലാഹു അലാ മൻ കാന ഖബ്ലകും, നിങ്ങളിലെ മുൻഗാമികൾക്ക് അല്ലാഹു പരീക്ഷണമായി, അദാബായി, ശിക്ഷയായി ഇറക്കി കൊടുത്തതായിരുന്നത്. ഒരു സമൂഹം ഒന്നാകെ മരിക്കുക, പാൻഡമിക്, മുൻഗാമികൾക്ക് അല്ലാഹു അദാബായി കൊടുത്തതാണ്. ഫജഅലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, ആ പകർച്ചവ്യാധി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റഹ്മത്താണ്, കരുണയാണ് നൽകിയത്, കരുണയായിട്ടാണ് നൽകിയത്. അതുകൊണ്ട് മാ മിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി, ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ലാ യഖ്റുജു സ്വാബിറൻ മുഹ്തസിബാ, ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്. മരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം. ആ നാട്ടുകാര് പുറത്തു പോകരുത്. പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം, ബോർഡറിൽ കൊടുത്താൽ പോരെ. മാ മിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി ലാ യഖ്റുജു സാബിറൻ മുഹ്തസിബാ, ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്, പുറത്തു നാട്ടുകാർ അവിടേക്കും വരരുത്. അങ്ങനെ ചെയ്താൽ ഇല്ലാ മാ കതബല്ലാഹു ല യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ല, അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ. എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോളിച്ചു കൊണ്ട ആൾക്കാരുണ്ട്, അവർക്ക് കൊറോണ വന്നിട്ടില്ല. അത്ഭുതല്ലേ? എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ, ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കണ മനുഷ്യന്മാർ, ആ ഒരു തുമ്മൽ കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു. അതിൽ മരിച്ചു പോയവരുണ്ട്, അല്ലാത്തവരുണ്ട്. പേടിച്ച് ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു. ഒരു കൂസലില്ലാതെ. ഗൾഫിലൊക്കെ അബുദാബി തന്നെ, കേജിങ്ങളിലല്ല, അബുദാബിയിൽ നമ്മുടെ KMCC-യുടെ പ്രവർത്തകര്, എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം, നമ്മുടെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ, താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ്, ഓ മേലെ കിടക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും ആയി എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ്. അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ. നമ്മളവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എന്റെ ബാക്കിലൂടെ കോണി വെച്ചെടുത്തിട്ട് ആള് കയറിയപ്പോ കോണി വലിച്ച ആൾക്കാരാ, നീ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരേ റൂമിൽ. പ്രവാസ ലോകത്തിന്റെ ഒരു നന്മ അതാ, ഭയങ്കര സ്നേഹമായിരിക്കും. ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല. അസുഖം വന്നവരുണ്ട്, വരാത്തവരുണ്ട്. അതിനർത്ഥം എന്താ? അസുഖമായിട്ടല്ല പരക്കുന്നത്, അതിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടലുണ്ടെന്ന്. അതുകൊണ്ടാണ് ലൻ യുസീബന
ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നബിയെ പറയണം, അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ. ഇങ്ങനെ വിശ്വസിക്കേണ്ടത്. അള്ളാഹ് എന്ന് ആ നബി തങ്ങൾ എന്നെ പറയുന്നത്, പ്ലാഗ് വരുന്ന സ്ഥലത്തേക്ക് പോകണ്ട, അവിടെ ഉള്ളവർ പുറത്തു കിടക്കും വേണ്ട, അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ, പഠിച്ചോനെ എനിക്ക് അസുഖം വരുമെന്ന് പേടിക്കണ്ട, അള്ളാഹ് കണക്കാക്കിയതേ നിങ്ങൾക്ക് വരൂ. അതിന്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നബി തങ്ങൾ പറഞ്ഞു. പക്ഷെ ഈമാൻ അതിന്റെ മീതയാ നിൽക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടോ, ഞാൻ ഇതിലായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ അസുഖം ഭേദമാവും, അല്ലെങ്കിൽ എനിക്ക് വരൂല, അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ട് അങ്ങ് പോകും എന്നല്ലാതെ അള്ളാഹിനെ പേടിക്കുന്നതിനെക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത്. വല്ല കാര്യം ഉണ്ടായോ? യഖാഫൂനഹും കഖൗഫില്ലാഹ്. അള്ളാഹുവിനെ പേടിക്കണ പോലെയൊക്കെ പേടിച്ചു, ഭയങ്കര പേടി. കൊറോണ തന്നെ അസറായിൽ എന്നൊക്കെ വിചാരിച്ചു പോയത് അല്ലെ അന്നത്തെ കാലം. യാ അല്ലാഹ്, ആ പേടിച്ചിന്റെ പകുതി അള്ളാഹിനെ പേടിച്ചെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടിനി. പുണ്യ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ഷഹീദിൻ. ഒരു ഷഹീദിന്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും. ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ, മരിച്ചവർക്കെന്ന് മാത്രമല്ല, അവിടെ ക്ഷമിച്ചു നിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും. മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട്, ശുഹദാഇന്റെ കൂലിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അത്വാഊനു ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിമിൻ. പ്ലാഗ് രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ്, രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത്. 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ കടം തീരും, 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും, 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വലിയ ടെൻഷൻ അവരായിരിക്കും വരിക. ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വാലിഹീങ്ങളാവുന്നത്, ടെൻഷൻ അടിക്കാതിരിക്കാനല്ല, നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനനുസരിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നമ്മിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൽ ഷെയ്ക്കാവൂല, വൈവറിങ് വരൂല, പേടിക്കൂല, കുലുങ്ങാതെ നിൽക്കാൻ പറ്റും. അല്ലാത്തവർ പടക്കും, പേടിച്ചു പോകും. പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് വന്നിട്ടുണ്ട്. നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞിരട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ്. നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, 2 രാജാക്കന്മാരാണ്. ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ 2 നബിമാർ, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് ജെറുസലേമിൽ ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ. ഈ 3 നബിമാർ മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാ. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഖൈറാണത്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത്. എന്നിട്ട് പറഞ്ഞു, മാത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഫുജ്അ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത്. പക്ഷെ 200 കൊല്ലം ജീവിച്ചിട്ടാ, 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ കിടന്നിട്ടില്ല, അസുഖമായിട്ട് കിടന്നിട്ടില്ല. എന്ന് പറയില്ലേ, വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും, വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും, പെട്ടെന്ന് അങ്ങ് മരിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു പറയും. അത് ഖൈറായ മരണമാണ്, കിടപ്പായി കിടക്കല്ലല്ലോ. ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അതൻ, ദാവൂദ് നബി അലൈഹിസ്സലാം പെട്ടെന്നാണ് മരണപ്പെട്ടത്. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്.